മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട്. തായ്ലൻഡിലും പ്രകമ്പനം. പി.കെ. ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്ന ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോൾ. സ്ത്രീയുടെ കണ്ണീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്നും ഗോപാലകൃഷ്ണൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ ജീവനൊടുക്കിയ അധ്യാപികയ്ക്ക് നിയമന നടപടി അംഗീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ്. അലീന ജീവനൊടുക്കിയത് ശമ്പളമില്ലാതെ 5 വർഷം ജോലി ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് 9 മാസത്തെ ശമ്പളാനുകൂല്യങ്ങൾ കുടുംബത്തിന് ലഭിക്കും. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തെ തടയാനെത്തിയ എസ്ഐക്ക് കുത്തേറ്റു. പൂജപ്പുര എസ്ഐയെ ആക്രമിച്ചത് ഗുണ്ടാ നേതാവ്. പ്രതിക്കായി അന്വേഷണം ഊർജിതം. കൊച്ചിയിൽ മദ്യലഹരിയിൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത യുവതി. തൃശൂർ വെള്ളിക്കുളങ്ങര ജനവാസ മേഖലയിൽ കാട്ടാന. കൃഷിയിടത്തിലിറങ്ങിയ ആനയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൃശൂർ പൂരം വെടിക്കെട്ട് അനിശ്ചിതത്വത്തിൽ ഇന്ന് പാറമേക്കാവ് ദേവസ്വം. കേന്ദ്ര ഭേദഗതി നടപ്പാക്കിയാൽ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി ജി. രാജേഷ്. കേന്ദ്രമന്ത്രിക്ക് അപേക്ഷ നൽകിയെങ്കിലും അനുമതി വൈകുന്നതിൽ ആശങ്ക. കോൺഗ്രസ് നേതാവ് കന്നയ്യ കുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം ഉപയോഗിച്ച് അടിച്ചു കഴുകി. വിവേചനം. ബീഹാറിലെ സഹർസയിലെ ദുർഗാ ക്ഷേത്രത്തിൽ കന്നയ്യ ക്ഷേത്രത്തിലെത്തിയത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ. ബി.ജെ.പി. ഇതര പ്രവർത്തനങ്ങൾക്ക് തൊട്ടുകൂടായ്മയുണ്ടോ എന്ന് കോൺഗ്രസ്. സംഭവം കന്നയ്യയുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പെന്ന് ബി.ജെ.പി. IPL-ൽ ഇന്ന് ബംഗളൂരു ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ. തുടർച്ചയായ 2ാം ജയം ലക്ഷ്യമിട്ട് ടീമുകൾ.